എല്ലാവർക്കും നമസ്കാരേ. നമ്മളിതാ പിന്നെ 4 ദിവസത്തെ യാത്രയിൽ ലാസ്റ്റ് ദിവസത്തെ യാത്രയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇതാ ചിത്രദുർഗ കോട്ടയിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ നിർമ്മിച്ചത് 11-ാം നൂറ്റാണ്ടിലും തുടങ്ങിയിട്ട് 13-ാം നൂറ്റാണ്ടിലാണ് ഇത് പൂർത്തീകരിച്ചതെന്നാണ് പറയുന്നത്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇത് നിർമ്മിച്ചത് ചാലൂക്യന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലടാ, ആരാ ഈ കോട്ട നിർമ്മിച്ചതിന്? ചാലൂക്യന്മാരല്ലേ? ആരാ ഇതിൻ്റെ അകത്ത് കൂടുതൽ ടീച്ചർമാരും വിദ്യാഭ്യാസം അല്ലേ? ചാലൂക്യന്മാർ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ വരുന്നതിനോട് 11-ാം നൂറ്റാണ്ട് തുടങ്ങി 13-ാം നൂറ്റാണ്ടിൽ പൂർത്തീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതിനുശേഷം പലരും വന്നു. ലാസ്റ്റിൽ പിന്നെ എന്താണ് ടിപ്പു സുൽത്താൻ്റെ ഉപ്പേൻ്റെ പേരെന്നാന്ന്? അല്ലല്ല, ടിപ്പു സുൽത്താൻ്റെ ഉപ്പേൻ്റെ പേരെന്നാ? ഹൈദരലി പിന്നെ കൈയടക്കി എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഹൈദരലിൻ്റെ മോൻ ടിപ്പു സുൽത്താനെ വധിച്ചിട്ട് ബ്രിട്ടീഷുകാർ ഇത് കൈക്കലാക്കി എന്നാണ് പറയുന്നത്. അവർ കുറേ കൊല്ലം ഉണ്ടായിരുന്നു അല്ലേ വിനോദ്? എനക്കറിയില്ല, എന്നാലും അറിയുമ്പോൾ പറയാം. പിന്നെ ഹൈദരലിൻ്റെ മോനെ ടിപ്പു സുൽത്താനെ വധിച്ചിട്ടല്ലേ ബ്രിട്ടീഷുകാർ ഈ കോട്ട കൈയടക്കിയേ അല്ലേ? അങ്ങനെയല്ലേ? 11-ാം നൂറ്റാണ്ടിലും 13-ാം നൂറ്റാണ്ടിൽ ഇത് അവസാനിച്ചു അല്ലേ? അല്ലല്ല, 11-ാം നൂറ്റാണ്ടിൽ മുതൽ 13-ാം നൂറ്റാണ്ടിൽ അത് 1800 ചില്ലറയിൽ അതായത് പിന്നെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത്. പിന്നെ ഇതിന് വേറെ എന്തോ ചരിത്രമുണ്ട്. ഭീമൻ്റെ പ്രണയിനില്ലേ, ഡിംബിനിയ എന്നാ പേരെന്നാ? ഹുഡുംബി അല്ലേ? ഹുഡുംബീനെ പിന്നെ ഭീമസേനം പ്രണയിച്ചത് ഇവിടെ എവിടെയോ വെച്ചിട്ടാ പോലും, ഈ കോട്ടേൻ്റെ അകത്ത്. ആ സ്ഥലവും തേടിയിട്ട് കുറേ ആൾ പിന്നെ ടൂർ വരുത്തുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടിന് അല്ലേ? ചന്ദ്രേട്ടൻ അതിനെ പറ്റി എന്തെങ്കിലും അറിയാം? ലിജുവിന് എന്തെങ്കിലും അറിയാം? അല്ല, ഈ പിന്നെ ഭീമസേനൻ്റെ കാമുകീനെ ഹുഡുംബീനെ നോക്കിയിട്ട് ഭീമൻ വന്നിട്ട് അവർ പ്രണയിച്ചത് ഈ കോട്ടയിൽ ഏതോ സ്ഥലത്ത് വെച്ചിട്ടാവില്ല. അതിനെപ്പറ്റി അറിയില്ല. കാർത്തിയാനിച്ചിക്ക് വല്ലതും, ഓമനേച്ചിക്ക് വല്ലതും അറിയാം? ഹുഡുംബീനെ അറിയാം? അല്ലല്ല, ഈ പിന്നെ ഭീമസേനൻ ഹുഡുംബീനെ പ്രണയിച്ച സ്ഥലം ഈ ചിത്രദുർഗയാണെന്ന് പറയപ്പെടുന്നുണ്ട്.